Search engine marketing. Search engine marketing refers to the practice of using paid advertising to increase the visibility of website or web page in search engine result page. നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ വെബ് പേജ് എന്ത് ചെയ്യണം, അത് വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെയ്ഡ് അഡ്വർടൈസിങ് കൊടുക്കുന്ന പ്രാക്ടീസ്, അതിനെ എന്ത് പറയുന്നത്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, സെം എന്ന് പറയുന്നത്. സെം ഇൻവോൾവ്സ് ബോത്ത് പെയ്ഡ് സെർച്ച് അഡ്വർടൈസിങ് ആൻഡ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനും പെയ്ഡ് സെർച്ച് അഡ്വർടൈസിങ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്, രണ്ടും കൂടി ഉള്ളതാണ് സെം എന്ന് പറയുന്നത്. ഇതിൽ ഗൂഗിൾ ആഡ്സിലൂടെയൊക്കെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, പെയ്ഡ് സെർച്ച് അഡ്വർടൈസിങ് ചെയ്യുന്നത്. SEOയിലൂടെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ദ പ്രൈമറി ഗോൾ ഓഫ് SEM is to drive traffic to a website by paying for advertising that appears when specific search terms are used. ഇത് നമ്മൾ ഇതിന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് അഡ്വർടൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വെബ്സൈറ്റിന്റെ ട്രാഫിക് ഇൻക്രീസ് ചെയ്യുക. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതിലൂടെ എന്ത് ചെയ്യും, ഇൻക്രീസ്ഡ് വിസിബിലിറ്റി, വെബ്സൈറ്റിന്റെ വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യും, കൂടുതൽ ആളുകളിലേക്ക് എത്തും, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് ഇത് എത്തും. അതിലൂടെ എന്ത് ചെയ്യും, നമ്മളെ വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ടാർഗറ്റ് ട്രാഫിക്, ഇതിലൂടെ എന്ത് ചെയ്യും, നമ്മൾ ക്യാഷ് കൊടുത്തുകൊണ്ടാണ്. അപ്പം ആ ക്യാഷ് കൊടുക്കുമ്പോൾ ഇത്ര ആളിലേക്ക് എത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഫീസ് അടക്കുന്നത്. ഇതെന്ത് ബിസിനസ് ടു ടാർഗറ്റ് സ്പെസിഫിക് കീവേഡ് ദാറ്റ് ആർ റിലവന്റ് ടു ദെയർ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ദിസ് ഹെൽപ്സ് അട്രാക്ട് യൂസേഴ്സ് ഹു ആർ ആക്റ്റീവ്ലി സെർച്ചിങ് ഫോർ വാട്ട് ഡു യു ഓഫർ. നമ്മൾ എന്താണ് ഓഫർ ചെയ്യുന്നത് അത് എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവരിലേക്ക് ഇത് എത്തും. ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുകയാണ്, ഞാനത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മളിലേക്ക് ആ പരസ്യം എത്തും. ഈ ഡീറ്റെയിൽ മാർക്കറ്റിംഗ് കോഴ്സ് കൊടുക്കുന്ന സ്ഥാപനത്തിന്റെ പരസ്യം നമ്മളിലേക്ക് എത്തും, നമ്മൾ അതിലേക്ക് എത്തുകയും ചെയ്യും. അതാണ് ഇതിന്റെ അടുത്ത ടാർഗറ്റ് ചെയ്തിട്ടുള്ള ട്രാഫിക്. ഇമ്മീഡിയറ്റ് റിസൾട്ട് ഉണ്ടായിരിക്കും, ഷോ which may take time to show result. Some SEOക്ക് some provide immediate visibility ആയിരിക്കും. Traffic to your website soon your campaign is launched. campaign ലോഞ്ച് ചെയ്താൽ എന്ത് ചെയ്യും, പെട്ടെന്ന് റിസൾട്ട് ഉണ്ടായിരിക്കും. അത് നമ്മൾ ഗൂഗിൾ ആഡിലൊക്കെ നമ്മളൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്താൽ അതെന്ത് ചെയ്യും, ഒരു ദിവസത്തേക്കാണെങ്കിൽ നമ്മൾ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതോടുകൂടി അത് തുടങ്ങും. ഓക്കെ, മെഷറബിൾ റിസൾട്ട്. സം പ്ലാറ്റ്ഫോം ലൈക്ക് ഗൂഗിൾ ആഡ്സ് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് പെർഫോമൻസ് മെട്രിക്സ് നമുക്ക് ലഭിക്കും. എത്ര ആൾ കണ്ടു, എത്ര സമയം കണ്ടു, ഈ ഡീറ്റെയിൽ ഒക്കെ അതിൽ. കൺട്രോൾ ഓവർ ബഡ്ജറ്റിൽ നമുക്ക് കൺട്രോൾ ഉണ്ടായിരിക്കും, കൃത്യമായിട്ട് എത്രയാണ് എമൗണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുക. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. By using some business can compete more effectively with the competitors in their industry by appearing in paid search result alongside organic listing. ഓർഗാനിക് ലിസ്റ്റിങ്ങിന്റെ കൂടെ തന്നെ പെയ്ഡ് സെർച്ചിലൂടെ പെയ്ഡ് നമ്മൾ ചെയ്യുന്നതോടുകൂടി നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും, അവരായിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് കോമ്പറ്റീഷൻ നടത്താൻ പറ്റും. ബ്രാൻഡിന്റെ അവയർനെസ് കൂടും, കൂടുതൽ ആളുകൾക്ക് ഇതിന്റെ അവയർനെസ് കിട്ടും. കൂടുതലായിട്ട് പരസ്യം കൊടുക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ നമ്മൾ ഒരു പരസ്യം നമ്മളിലേക്ക് എത്തിയാൽ നമ്മൾ അതിലേക്ക് കൂടുതലായിട്ട് നോക്കുമല്ലോ. കീവേഡ് ഫോർ സം ക്യാമ്പയിൻ. Choosing the right keyword for a SEM campaign is critical to its success. അതിന്റെ സക്സസിന് ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കീവേഡ് വളരെ കൃത്യമായിട്ടുള്ളതായിരിക്കണം. ചൂസ് റൈറ്റ് ആയിട്ടുള്ള കീവേഡ് ആർ ടേംസ് പീപ്പിൾ യൂസ് വെൻ സെർച്ചിങ് ഫോർ പ്രൊഡക്റ്റ് ഓർ സർവീസ് റിലേറ്റഡ് ടു യുവർ ബിസിനസ്. നമ്മൾ കീവേഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടേം ആണ്. നമ്മൾ ഒരാൾ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ടേം ഉണ്ടാവും, അതിനെന്ത് പറയുന്നത്, നമ്മൾ ഡാറ്റ അനലിറ്റിക്സ് എന്ന് സെർച്ച് ചെയ്യുക, അതൊരു കീവേഡാണ്. അതിന് പല ടൂളുകളുണ്ട്, കീവേഡ് പ്ലാനർ, സെംറഷ്, ഹൈറഫ് പോലുള്ള ടൂളുകൾ. ടൈപ്സ് ഓഫ് കീവേഡ്. ബ്രോഡ് മാച്ച്. These are keyword that trigger your ad when users search query include any word in the keyword phrase. നമ്മുടെ കീവേഡ് ഫ്രേസിൽ ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ടായാൽ മതി, അതിനാണ് ബ്രോഡ് മാച്ച് എന്ന് പറയുന്നത്. ബ്രോഡ് മാച്ച്. These are keyword trigger your ad. നമ്മളെ ആഡിലുള്ള അത് ചെയ്യും സെർച്ച് ക്വയറി ഇൻക്ലൂഡ് എനി വേർഡിന്റെ കീവേഡ്. നമ്മളെ ഇതിൽ എക്സാമ്പിൾ റണ്ണിങ് ഷൂസ്. ഫ്രേസ് മാച്ച്. Ads are shown when the search query contain exact phrase or cross variation. എക്സാക്ട് ഫ്രേസ് ഉള്ള എക്സാക്ട് ആയിട്ട് നമ്മൾ കൊടുത്ത കീവേഡിന് സമാനമായിട്ട് ഫ്രേസ് മാച്ച്. ബൈ റണ്ണിങ് ഷൂസ് ഓൺലൈൻ. ഓക്കെ, ഇനി എക്സാക്ട് മാച്ച്. ആഡ്സ് അപ്പിയർ ഓൺലി വെൻ ദ സെർച്ച് ക്വയറി എക്സാക്ട്ലി മാച്ച് ദ കീവേഡ്. നമ്മളെ കീവേഡിന് അനുസരിച്ചുള്ള ആഡ് ആയിരിക്കണം അപ്പയർ ചെയ്യേണ്ടത്. നമ്മളെ കീവേഡിന് അനുസരിച്ചായിട്ടുള്ള ആഡാണ് അപ്പയർ ചെയ്യുക. അപ്പൊ എക്സാക്ട് ആയിട്ട് മാച്ച് ആയിരിക്കും. ആദ്യത്തെ ബ്രോഡ് മാച്ച് ആണ്, അതിനോട് ബ്രോഡ് ആയിട്ടുള്ള മാച്ച് ഉള്ളത്. രണ്ടാമത്തെ ഫ്രേസ് മാച്ച് ആണ്. ഫ്രേസ് എക്സാക്ട് ആയിട്ടുള്ള ഫ്രേസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ചെറിയ വേരിയേഷൻ ഉള്ള ഫ്രേസ് ഉള്ള രീതികൾ. ഞാനൊരു ആഡ് റൺ ചെയ്തു, അതിനനുസരിച്ചുള്ള കീവേഡ് ആയിരിക്കും വേറെ ആൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ബ്രോഡ് മാച്ച് ആണ് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെങ്കിൽ, ഫ്രേസ് മാച്ച് ആണെങ്കിൽ എന്റെ ആഡിലുള്ളതും കീവേഡിൽ സെർച്ച് ചെയ്യുന്ന ആളുടേതും എക്സാക്ട് ആയിട്ടുള്ള ഫ്രേസ് ആയിട്ടുള്ള ഇതായിരിക്കും. എക്സാക്ട് മാച്ച് ആണെങ്കിൽ എന്റെ ഇതിലുള്ളതും ആൾ സെർച്ച് ചെയ്യുന്നതും ഈക്വൽ ആയിരിക്കും. ഓക്കെ, റണ്ണിങ് ഷൂസ്. നെഗറ്റീവ് കീവേഡ് ഉണ്ട്. ദീസ് ആർ കീവേഡ് for which you don't want your ads to show. ആഡിൽ ഷോ ചെയ്യാൻ താല്പര്യമില്ലാത്ത എന്തിന്, നെഗറ്റീവ്. ചീപ്പ് റണ്ണിങ് ഷൂസ്. ഓക്കെ,
ലോങ് ടെയിൽ കീവേഡ് ഉണ്ട്. ആ ലോങ് ആയിട്ടുള്ള കീവേഡുകളായിരിക്കും ടിപ്പിക്കലി ലോവർ കോമ്പറ്റീഷൻ ഹയർ കൺവേർഷൻ റേറ്റ് ആയിരിക്കും. ലോവർ കോമ്പറ്റീഷനും ഹയർ കൺവേർഷൻ റേറ്റ്. ഇന്റന്റ് ബേസ്ഡ് കീവേഡ് ഉണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ദ ഇന്റന്റ് ബിഹൈൻഡ് ദ സെർച്ച് സ്കീ. സെർച്ച് സ്കീന്റെ ഇന്റന്റിനനുസരിച്ച് അടുത്തത് ഇൻഫർമേഷൻ ആയിരിക്കും. ഹൗ ടു റൺ മാരത്തോൺ. അങ്ങനെ ഒരു ഇൻഫർമേഷൻ ബേസ്ഡ് ഉള്ള കീവേഡുകൾ ഉണ്ട്. യൂസർ സെർച്ച് സ്പെസിഫിക് വെബ്സൈറ്റ് ഉണ്ട്. നൈക്ക് ഷൂസ് ഒഫീഷ്യൽ സൈറ്റ്. ട്രാൻസാക്ഷൻ യൂസേഴ്സ് റെഡി ടു മേക്ക് പർച്ചേസ് ബൈ റണ്ണിങ് ഷൂസ് ഓൺലൈൻ. ഓക്കെ. ഇനി ഗൂഗിൾ ആഡ്വേർഡ്സ്, ഗൂഗിൾ ആഡ്സ് എന്ന് പറയും. അത് ഗൂഗിളിന്റെ ആഡ് ആണ്. ഗൂഗിൾ ഓൺലൈൻ അഡ്വർടൈസിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ. ഇപ്പൊ ഞാനൊരു യൂട്യൂബിൽ കുറെ വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു ഗൂഗിൾ ആഡ് വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ. നമുക്ക് നമ്മളെ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, പരസ്യം ചെയ്യാൻ ഗൂഗിൾ ആഡിലൂടെ പരസ്യം ചെയ്യാൻ പറ്റും. ഗൂഗിളിലൂടെ പരസ്യം ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ ആഡ് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് പേപ്പർ ക്ലിക്ക് ആണ്. അതിന് ഓരോ ക്ലിക്കിനായിരിക്കും അതിന്റെ പൈസ അടയ്ക്കേണ്ടത്. അഡ്വർടൈസിംഗ് ബിഡ് ഓൺ കീവേഡ് പല രീതിയിലുണ്ട്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് ഈ ഗൂഗിൾ ആഡ് വർക്ക് ചെയ്യുക. നമ്മൾ ഇത്ര ആളിലേക്ക് സൈനപ്പ് ചെയ്യുക, എന്റെ വെബ്സൈറ്റ് സൈനപ്പ് ചെയ്യുക, ഇത്ര അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ആള് സൈനപ്പ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മളിൽ നിന്ന് ക്യാഷ് പോവുക. ആഡ് ഓപ്ഷൻ. when user enter search query, Google run an auction to determine which ads will appear. ഏത് ആഡാണ് appear. Factors such as ad rank, the advertiser's bid and quality of the ad content all play determining ad placement. Okay. Ad format, text ad, simple ad with a headline, description and URL include ചെയ്യണം. Display ad, visual banners, image shown website in the Google display network. Shopping ad, product listing with image, prices and merchant details. Video ad, ad shown before during YouTube videos. YouTube video ന്റെ ഇടയിൽ ഷോൺ ചെയ്യുന്ന വീഡിയോ ആഡ്സ്. ആഡ് ക്രിയേഷൻ ഇൻ ഗൂഗിൾ ആഡ്സ്. ഗൂഗിൾ ആഡ്സിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ആഡ്. സെറ്റിംഗ് അപ്പ് ക്യാമ്പയിൻ. ചൂസ് യുവർ ക്യാമ്പയിൻ ടൈപ്പ്. എന്താണ് നമ്മളെ ക്യാമ്പയിൻ? ഡിസ്പ്ലേ നെറ്റ്വർക്ക്, ഷോപ്പിംഗ് വീഡിയോ, എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡിഫൈൻ യുവർ ക്യാമ്പയിൻ ഗോൾ. എന്താണ് നമ്മുടെ ക്യാമ്പയിന്റെ ഗോൾ? ബ്രാൻഡ് അവയർനെസ്, കൺവേർഷൻസ്, വെബ്സൈറ്റിലെ ട്രാഫിക് കൂട്ടുക, എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെലക്ട് യുവർ ടാർഗറ്റ്. ആരാണ് നമ്മളെ ടാർഗറ്റ് ഓഡിയൻസ്? ലൊക്കേഷൻ ബേസ്ഡ് ആണോ, മെയിൽ ഓർ ഫീമെയിൽ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്യുക? ക്രിയേറ്റിംഗ് ആഡ്സ്. ഹെഡ്ലൈൻ ഉണ്ടായിരിക്കണം, ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം, URL. എക്സാമ്പിൾ ഓഫ് ടെക്സ്റ്റ് ആഡ്. ഓക്കെ. ബൈ റണ്ണിങ് ഷൂസ് ഓൺലൈൻ. ഒന്നാമത്തെ ഹെഡിങ് ആണ്. ഫ്രീ ഷോപ്പിംഗ് ഓൺ ഓർഡേഴ്സ് അബവ് $50. ഒന്നാമത്തെ എന്താണ്? ബൈ റണ്ണിങ് ഷൂസ് ഓൺലൈൻ. നമ്മൾ ആഡിന്റെ ഹെഡിങ്ങിൽ ഒന്ന്. രണ്ട്, ഫ്രീ ഷോപ്പിംഗ് ഓൺ ഓർഡേഴ്സ് അബവ് $50. ഷിപ്പിംഗ് സോറി, $50 മുകളിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടായിരിക്കും. Shop the best running shoe for comfort and performance. 100+ brand available. Description: www.example.com/running shoes. ഇതാണ് use of ad extension. Add extra information like phone numbers, address, site links, more to increase visibility, improve click through rate. ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ക്ലിക്ക് ത്രൂ റേറ്റിലൂടെ ആളുകളിലേക്ക് കൂടുതൽ വിസിബിലിറ്റി ഉണ്ടായിരിക്കും. കീവേഡ് ടാർഗറ്റിംഗ് സം. നമ്മൾ നേരത്തെ പറഞ്ഞു, ബ്രോഡ് മാച്ച്, ഫ്രേസ് മാച്ച്, എക്സാക്ട് മാച്ച്, അതിനനുസരിച്ചുള്ള കീവേഡ് നമ്മൾ സെറ്റ് ചെയ്യണം. ബിഡ് സ്ട്രാറ്റജി. മാനുവൽ ബിഡിംഗ്. സെറ്റ് യുവർ ഓൺ ബിഡ്സ് ഫോർ കീവേഡ്. കീവേഡിന് നമ്മൾ കൃത്യമായിട്ട് ബിഡ് കൊടുക്കുക. ഓട്ടോമേറ്റഡ് ബിഡിംഗ്. ലെറ്റ് ഗൂഗിൾ അഡ്ജസ്റ്റ് യുവർ ബിഡ് ടു മാക്സിമൈസ് പെർഫോമൻസ് വിത്ത് യുവർ ബഡ്ജറ്റ്. ടാർഗറ്റ് CPA, കോസ്റ്റ് പെർ അക്വിസിഷൻ. എത്രയാണ് നമ്മളെ CPA, പേ ഫോർ ഈച്ച് കൺവേർഷൻ. ഓക്കെ. നമ്മളെ എത്രയാണ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇനി നെഗറ്റീവ് കീവേഡ് ഉണ്ട്, ലൊക്കേഷൻ, ഡിവൈസ് ടാർഗറ്റിംഗ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ളത്. പിന്നെ റീമാർക്കറ്റിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ സോഷ്യൽ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ പറഞ്ഞു. ഇത് നമ്മൾ പറഞ്ഞത് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് ആണ്. SEAയും SEMഉം സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് ആണ്. അപ്പം ഇതിൽ നമ്മൾ ചെയ്യുന്നത് പെയ്ഡ് പ്രൊമോഷൻ ആണ് ഇതിലൂടെ നടക്കുന്നത്. ഓക്കെ. ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.